കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അത് മാലദ്വീപ്സ് ഏകദേശം 28 ഐലൻഡ്സ് അവർ ഇന്ത്യക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വിജയമായി കരുതുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാരൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇന്ത്യൻ ആർമി അല്ലാതെ ഇവിടുന്ന് പുറത്തു പോകണം, ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എല്ലാം നടത്തിയ ഇതേ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് തന്നെയാണ് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററായ ജയശങ്കറിന് ഈ 28 ഐലൻഡ് കൊടുത്തത്. അപ്പോൾ 28 ഐലൻഡ് കൊടുത്തു എന്ന് പറയുന്ന ന്യൂസ് ശരിയാണ്, പക്ഷെ നിങ്ങൾ കേൾക്കുന്ന എല്ലാ ന്യൂസുകളും ശരിയല്ല. ഈ 28 ഐലൻഡ് നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു ഉപകാരവുമില്ല. ഇത് മാലദ്വീപ്സിന് തന്നെയാണ് കംപ്ലീറ്റ്ലി ഉപകാരം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്തൊക്കെയാണ് ഉള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് അശ്വിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററായ ജയശങ്കർ അങ്ങോട്ട് അതായത് മാലദ്വീപ്സിൽ പോകുന്നതും. അപ്പോൾ മാലദ്വീപ്സിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും 1 മിനിറ്റ് ഒന്ന് ഷോക്കായി. കാരണം ഇന്ത്യയും മാലദ്വീപ്സുമായിട്ട് അത്ര നല്ല റിലേഷനിലല്ല പോകുന്നത്. അതായത് മാലദ്വീപ്സിൽ പുതിയതായിട്ട് സെലക്ട് ചെയ്ത് വന്ന മുഹമ്മദ് മൊയ്സു അതായത് ഇന്ത്യനെ ഫുള്ളായിട്ടും ഇന്ത്യൻ ആർമീനെ എല്ലാം തന്നെ അവിടെ നിന്ന് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഒരു വർഷം മുമ്പ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നടക്കുമ്പോഴാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ മറ്റൊരു പ്രശ്നം നടക്കുന്നത്. അത് അവരുടെ പ്രൈം മിനിസ്റ്ററായ ഷെയ്ഖ് ഹസീനയിൽ നിന്ന് അവിടെ നിന്ന് ഓടിച്ചുവിട്ട് പുതിയൊരു പ്രൈം മിനിസ്റ്റർ വന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഫോം ചെയ്തതും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോഴാണ് ഇപ്പോൾ മാലദ്വീപ്സുമായിട്ട് നമ്മൾ ഒരു നല്ലൊരു റിലേഷൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പലരും പറയുന്നത്, അതായത് ഇത് ഇന്ത്യക്ക് ഒരു ഡിപ്ലോമാറ്റിക് വിന്നാണ്. കാരണം ബംഗ്ലാദേശും ഇതിൽ നിന്ന് പഠിക്കും. അതായത് ഇന്ത്യനെ എങ്ങനെ മാലദ്വീപ്സ് ഒഴിവാക്കിയോ അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇന്ത്യ ഇല്ലാതെ മാലദ്വീപ്സ് കഷ്ടപ്പെടുന്ന പോലെ തന്നെ അതായത് ബംഗ്ലാദേശും ഇതേ അവസ്ഥയിലോട്ട് തള്ളപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിൽ അതായത് ജിയോ പൊളിറ്റിക്സിൽ എല്ലാവരും പറയുന്നു. അതുപോലെ തന്നെ മാലദ്വീപ്സിലുള്ള അതായത് മുഹമ്മദ് മൊയ്സു തന്നെയാണ് ട്വീറ്റ് ചെയ്ത് അതായത് 28 ഐലൻഡോളം അതായത് ഇന്ത്യക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്, ഇവിടെ സീവേജ് പ്രോജക്റ്റിന് വേണ്ടിയാണ് ഇന്ത്യക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ അല്ല ഇത് ട്വീറ്റ് ചെയ്തത്, അതായത് മുഹമ്മദ് മൊയ്സു തന്നെയാണ് ഇത് ട്വീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബംഗ്ലാദേശ് ആയിക്കോട്ടെ മറ്റ് എല്ലാ നൈബറിംഗ് കൺട്രീസും നമുക്ക് എതിരെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് മാലദ്വീപ്സിന്റെ ഈ ഒരു പ്രോജക്റ്റ് പലരും ഇമ്പോർട്ടൻ്റ് ആയി കരുതപ്പെടുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് മാലദ്വീപ്സിൽ ഇപ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ അവർക്ക് 50 ലക്ഷത്തോളം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതായത് താമസിക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടർ, ചുറ്റും കടലായതുകൊണ്ട് തന്നെ അവർക്ക് ഉപ്പുവെള്ളം മാത്രമോ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് 28 ഐലൻഡ് ഇന്ത്യക്ക് കൊടുത്തത്. ഈ 28 ഐലൻഡിൽ ഇന്ത്യ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വന്തമല്ല, ഇവിടെ സിവേജ് പ്രോഗ്രാമാണ്. അതായത് ഉപ്പുവെള്ളത്തിന് മൊത്തമായിട്ടും ശുദ്ധീകരിച്ച് അവർ കൃത്യമായിട്ട് ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇന്ത്യ ഇവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതും ഇന്ത്യയുടെ സ്വന്തം ചെലവിൽ ഏകദേശം 923 കോടിയുടെ ഒരു മെഗാ പ്രോജക്റ്റാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 923 കോടി ഇന്ത്യ കൊടുത്തിട്ടും ഇന്ത്യക്ക് 1 രൂപ പോലും റിട്ടേൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതായത് ഇന്ത്യക്ക് ഇതിൽ നിന്ന് ഒരു ലാഭവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നടക്കുന്നത് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. അപ്പോൾ മുഹമ്മദ് മൊയ്സു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ അതായത് ഇന്ത്യക്കാർ കൊള്ളില്ല, ഇന്ത്യ വൃത്തിയില്ല, അതുപോലെ തന്നെ ഇന്ത്യ ഔട്ടാണ്, ചൈനയാണ് ഞങ്ങളുടെ ആള് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന മുഹമ്മദ് മൊയ്സു ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയാണ് ഞങ്ങളുടെ സ്ട്രോങ്സ്റ്റ് അല്ലേ, ഇന്ത്യ ഇല്ലെങ്കിൽ മാലദ്വീപ്സ് ഇല്ല, ഇങ്ങനെ ഇതിനെ മൊത്തം പുകഴ്ത്തലാണ് അതായത് മുഹമ്മദ് മൊയ്സുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഈ മാലദ്വീപ്സ് എന്ന് പറഞ്ഞാൽ ഇത് കുറേയധികം ചെറിയ ചെറിയ ദ്വീപുകളായ ഒരു രാജ്യമാണ് മാലദ്വീപ്സ്. അപ്പോൾ ഇതിൽ ഒരു ഐലൻഡ് നമുക്കൊരു മിലിറ്ററി ബേസ് കെട്ടാൻ കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു വിജയമാണ്. അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതായത് ഇന്ത്യൻ ഓഷ്യൻ ഇച്ചിരി കൂടെ ഡോമിനൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇന്ത്യ ഈ മാലദ്വീപ്സിന് ഇത്രയധികം കോടികൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഐലൻഡ് എങ്ങാൻ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കുറേയധികം പ്രോജക്റ്റുകളെല്ലാം തന്നെ നടപ്പിലാക്കുന്നതും. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് UPI തന്നെ മാലദ്വീപ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇതുകൊണ്ടെന്നാണ് അതായത് ഇന്ത്യൻ ടൂറിസ്റ്റ് തന്നെ അവിടെ പോകുമ്പോൾ പൈസയ്ക്കെല്ലാം തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് ഈസി ആയിട്ട് തന്നെ ചാർജ് ചെയ്ത് പോകാം. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു പ്രോജക്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനൊരു പ്ലാന് വേണ്ടിയിട്ടാണ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. ഇത് സീക്രട്ട് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ വിചാരിക്കുക? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.